ഹായ്, ഞാൻ ഉരുളുപൊട്ടിയെടുത്ത് ചൂരൽമല അവിടെ എത്തിപ്പെട്ടിരിക്കുകയാണ്. സ്ഥലം ഇവിടെയാണ്. ചേട്ടാ, അന്നത്തെ സംഭവം എങ്ങനെയാണ്? അന്ന് ഏകദേശം ജൂലൈ 30-ന് രാത്രി 12:30 മണി സമയത്ത് ഉള്ളു പൊട്ടി. ആദ്യത്തെ പൊട്ടി അത് മുണ്ടക്കൈ ഭാഗം ഏതാണ്ട് 150 മീറ്റർ 250 മീറ്റർ ഹൈറ്റിൽ വന്നിട്ട് അവിടെയുള്ള വീടുകളും എല്ലാം എടുത്തു ചൂരൽമല ഭാഗത്തേക്ക് വന്നു. പുഴ ഏകദേശം ചൂരൽമല ഭാഗത്തേക്ക് വന്ന് 1-1:30 ആകുമ്പോൾ രണ്ടാമത്തെ പൊട്ടിലാണ്. ചൂരൽമല പാലം മറ്റുള്ള അനുബന്ധ വസ്തുക്കളും വീടുകളും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി കടന്നുപോയി. കാണുന്നില്ലേ, അതാ അങ്ങ് മുകളിൽ അവിടെ നിന്നാണ് പൊട്ടി വന്നേക്കാണ്ട്. 490 പേര് മരിച്ചിട്ടുണ്ടല്ലേ? 490 ആണോ കൃത്യമായ കണക്ക് കിട്ടിയിട്ടില്ല. എങ്കിലും 400-ന്റെ മേലെ ഏതാണ്ട് ആൾനാശം സംഭവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ യഥാർത്ഥ സംഭവം എന്ന് പറഞ്ഞാൽ സർക്കാർ വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ നടന്നില്ല എന്നുള്ളതെന്ന് വെച്ചാൽ ഇവിടെ പുനരധിവാസം ആദ്യം പറഞ്ഞ 1038 വീട് ഉള്ള അത്രയും കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചുകൊണ്ടുള്ള പുനരധിവാസമാണ് ആദ്യം. അങ്ങ് ദൂരെ കാണുന്ന വെള്ളപ്പാട് അവിടെ നിന്നാണ് പൊട്ടി. ആ കാണുന്ന ഫാക്ടറിയുടെ സൈഡ് വഴി ഏതാണ്ട് ചൂരൽമലയിൽ 7 കിലോമീറ്റർ. അത് തന്നെ, ചൂരൽമലയിൽ നിന്ന് 7 കിലോമീറ്റർ ദൂരെ നിന്നാണ് പൊട്ടി വന്നേക്കുന്നത്. ആ കെട്ടിടം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ ചേട്ടൻ പറയുന്നത് അങ്ങനെയാണ്. ആ കാണുന്ന വീടുകളും ഇത് സ്കൂള്, അത് വീടുകൾ, ആ കാണുന്ന അത്രയും അവിടെ ഉള്ളത്, അല്ലെങ്കിൽ എല്ലാം പോകുമായിരുന്നു. ഈ ചേട്ടൻ പറയുന്നത് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കടകൾ വരിവരിയായിട്ടുണ്ടായിരുന്നു, അതെല്ലാം പോയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഉരുൾപൊട്ടൽ മേഖല. വീഡിയോ ക്ലോസ്.